നമുക്കൊരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്നു. നമുക്ക് പല കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടായിരുന്നു. നമുക്ക് ശരിക്കും ജീവിതം ജീവിക്കണമെന്നും പല കാര്യങ്ങളും നേടിയെടുക്കണമെന്നും ഉണ്ടായിരുന്നു. പക്ഷേ എന്താണ് പറ്റിയത്? നമ്മുടെ എനർജി പോയി, നമുക്കൊരു കൺസിസ്റ്റൻസി ഇല്ലാണ്ട് പോയി. നമ്മുടെ ഒരു പാഷൻ, ആ തീയുള്ള പാഷൻ എവിടെയൊക്കെ നഷ്ടപ്പെട്ടു പോയി. നമുക്ക് പഴയ പോലെ പരിശ്രമിക്കാൻ പറ്റുന്നില്ല. പഴയ പോലെ നമ്മുടെ സ്വപ്നങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയുന്നില്ല. എന്താണ് പറ്റിയത്? ബസ്റ്റർ ഡോഗ്ലാസ് എന്ന ബോക്സർ മൈക്ക് ടൈസന്റെ ഇടികൊണ്ട് റിങ്ങിനകത്ത് വീണു. അതെ, ആ മാച്ച് തീരാൻ പോവുകയാണ്. കൗണ്ട് ഡൗൺ തുടങ്ങി. 10 എണ്ണുന്നതിന് മുമ്പ് അദ്ദേഹം എഴുന്നേറ്റില്ലെങ്കിൽ, അദ്ദേഹം റിക്കവർ ആയില്ലെങ്കിൽ ആ മാച്ച് അവിടെ അവസാനിക്കും. അദ്ദേഹം പരാജയപ്പെടും. അദ്ദേഹം അവിടെ തളർന്ന് നിലത്ത് കിടക്കുന്നു. കൗണ്ട് ഡൗൺ തുടങ്ങി. 10 മുതൽ താഴേക്ക് വരികയാണ്. 4, 3, 2. അദ്ദേഹം പതുക്കെ എഴുന്നേറ്റ് നിന്നു. ബെല്ലടിച്ചു. അദ്ദേഹം തോറ്റില്ല. മറ്റൊരു റൗണ്ടിന് കൂടി അദ്ദേഹത്തിന് അവസരം കിട്ടി. പക്ഷേ കാണികൾക്കെല്ലാം അറിയാം, ഇനി അയാൾ വിജയിക്കില്ല. കാരണം അത്രമേൽ ആ മനുഷ്യൻ തളർന്നു പോയിരിക്കുന്നു. മൈക്ക് ടൈസൺ അറിയാം, അടുത്ത റൗണ്ട് തുടങ്ങുമ്പോൾ ജസ്റ്റ് ഒരു ഇടി, ജസ്റ്റ് ഒരു പരിശ്രമം, അതിൽ തീരാനേ ഉള്ളൂ ആ ബസ്റ്റർ ഡോഗ്ലാസ് എന്ന മനുഷ്യൻ. പക്ഷേ ബസ്റ്റർ ഡോഗ്ലാസിൻ്റെ മനസ്സിൽ മറ്റൊന്നായിരുന്നു. അടുത്ത റൗണ്ടിനുള്ള ബെല്ല് മുഴങ്ങി. ബസ്റ്റർ ഡോഗ്ലാസും മൈക്ക് ടൈസണും വീണ്ടും എതിരെ വന്നു. പക്ഷേ ആരും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം സംഭവിച്ചു. ബസ്റ്റർ ഡോഗ്ലാസ് തിരിച്ചു പൊരുതാൻ തുടങ്ങി. ആ ഇടി കൊണ്ട് വീണ മനുഷ്യൻ, തളർന്ന് തോറ്റുപോയ മനുഷ്യൻ ഇതാ തിരിച്ചു പൊരുതുന്നു. അദ്ദേഹത്തിനെതിരെ പിടിച്ചു നിൽക്കാൻ കഴിയാതെ മൈക്ക് ടൈസൺ തളർന്ന് റിങ്ങിനകത്ത് വീണു. അങ്ങനെ 1990-ൽ മൈക്ക് ടൈസനെ തോൽപ്പിച്ചുകൊണ്ട് വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യനായി ആ മനുഷ്യൻ പേരെടുത്തു. ബോക്സിംഗ് ചരിത്രത്തിൽ തന്നെ ഏറ്റവും ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള മാച്ചുകളിലൊന്നായി ഇന്നും ബസ്റ്റർ ഡോഗ്ലാസിൻ്റെ ആ പോരാട്ടം പരിഗണിക്കപ്പെടുന്നു. ആ മത്സരത്തിന് ശേഷം അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, എന്താണ്, എങ്ങനെയാണ് അതിന് സാധിച്ചത്? അവസാന നിമിഷങ്ങളിൽ എഴുന്നേൽക്കാൻ, തിരിച്ചു പോരാടാൻ എന്താണ് ധൈര്യം തന്നത്? അദ്ദേഹം പറയുന്നുണ്ട്, എൻ്റെ അമ്മ മരണത്തിന് മുമ്പ് പറഞ്ഞിരുന്നു എൻ്റെ മകൻ മൈക്ക് ടൈസനെ പരാജയപ്പെടുത്തുമെന്ന്. 2 ദിവസം മുമ്പ് എൻ്റെ അമ്മ മരണമടഞ്ഞു. ആ അമ്മയ്ക്ക് വേണ്ടി എനിക്ക് ആ മാച്ച് ജയിച്ചേ തീരുകയുള്ളൂ. അദ്ദേഹത്തിൻ്റെ റീസൺ അത്രമേൽ വലുതായിരുന്നു. അദ്ദേഹത്തിന് അത് ചെയ്യാനുള്ള ദ റീസൺ ടു ഡു ഇറ്റ് അത്രമേൽ വലുതായിരുന്നു. ഇന്ന് നമ്മൾ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നമ്മളെ മറ്റാരെങ്കിലും പുഷ് ചെയ്യണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വീഡിയോ കാണണം. നമുക്ക് പുറത്തുനിന്ന് ഇൻസ്പിറേഷൻ വരേണ്ട അവസ്ഥയാണ്. പക്ഷേ യഥാർത്ഥത്തിൽ എന്താണ് പറ്റിയത്? എന്താണ് എന്നെ പിന്നോട്ട് വലിച്ചുകൊണ്ടിരിക്കുന്നത്? ഒരു ചെറിയ ശബ്ദം, ഉള്ളിലെ ചെറിയൊരു ഭയം. അതെ, ഭയത്തിൻ്റെ ചെറിയൊരു ശബ്ദം. അതാണ് ഈ വില്ലൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അത് ഒളിഞ്ഞിരിക്കുന്നു, അത് ചെറുതായിട്ടിരിക്കുന്നു. പെട്ടെന്ന് നോക്കുമ്പം നമുക്ക് മനസ്സിലാവില്ല, പെട്ടെന്ന് നമ്മുടെ കണ്ണിൽ പെടില്ല. പക്ഷേ ആ ഒരു ചെറിയ ശബ്ദം, ഇതൊരു അൺകംഫോർട്ട് സോണിലേക്കാണ് നമ്മൾ കയറാൻ പോകുന്നത് എന്ന് പറയുന്ന ഒരു ചെറിയ ശബ്ദം നമ്മളെ പിടിച്ചു നിർത്തുന്നു. നമ്മുടെ കംഫോർട്ട് സോണിൽ തന്നെ നിൽക്കാൻ നമ്മുടെ മനസ്സിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ശരിയാണ്, മറ്റുള്ളവർ പലതും പറയുന്നുണ്ടാകും, മറ്റുള്ളവരുടെ വാക്കുകളൊക്കെ പലപ്പോഴും നമ്മളെ തളർത്തുന്നുണ്ടാകും. പല സിറ്റുവേഷൻസും നമ്മൾ ആഗ്രഹിക്കാത്ത രീതിയിൽ നമുക്കെതിരെ നിൽക്കുന്നുണ്ടാകും. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മളെ പിടിച്ചു നിർത്തുന്നത്, യഥാർത്ഥത്തിൽ നമ്മളെ തടയുന്നത് ആ ഒരു ശബ്ദമാണ്. നമ്മുടെ ഉള്ളിലുള്ള ആ ചെറിയൊരു ശബ്ദം, ചെറിയൊരു പേടിയുടെ ശബ്ദം, കംഫോർട്ട് സോണിന് പുറത്തേക്ക് നമ്മെ വിടാത്ത ആ ചെറിയൊരു ശബ്ദം. ഇവിടെയാണ് മാറ്റങ്ങൾ തുടങ്ങേണ്ടത്. നമ്മുടെ ഉള്ളിലാണ് ആ മാറ്റം ആരംഭിക്കേണ്ടത്. ശരിയാണ്, എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആയിട്ടിരിക്കുമ്പോൾ, എല്ലാം സുഖമായിട്ട് പോകുമ്പോൾ ആർക്കും ജീവിതത്തെ ഫേസ് ചെയ്യാൻ എളുപ്പമാണ്, ആർക്കും ചിരിച്ചു കാണിക്കാൻ എളുപ്പമാണ്. പക്ഷേ ലൈഫ് ഹാർഡാകുമ്പോൾ, നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ നടക്കുമ്പോൾ, നമ്മൾ പ്രതീക്ഷിക്കാത്ത വെല്ലുവിളികൾ നമ്മുടെ നേരെ വരുമ്പോൾ, അവിടെ നമ്മൾ തീരുമാനമെടുക്കേണ്ടതുണ്ട്. ക്വിറ്റ് ചെയ്ത് പോവാതിരിക്കാൻ, അതിനെ ഫേസ് ചെയ്യാൻ, അതിനെ ഓരോ ദിവസവും ഫൈറ്റ് ചെയ്യാൻ. ഫേസ് ദ ചാലഞ്ചസ് ബിക്കോസ് യു ഹാവ് എ സ്ട്രോങ് റീസൺ. അതാണ് നമ്മൾ മനസ്സിൽ ഉറപ്പിക്കേണ്ടത്. നമ്മുടെ മനസ്സിലെ ആ ഒരു ഭയത്തിൻ്റെ, ആ ഒരു ഡൗട്ടിൻ്റെ ശബ്ദത്തോട് നമ്മൾ പറയണം, നമ്മളൊരു പോരാളിയാണ്, നമുക്കൊരു കാരണമുണ്ട്. യു ആർ ഹിയർ ടു ഫൈറ്റ് ആൻഡ് നോട്ട് റൺ അവേ. സ്റ്റാർട്ട് മോട്ടിവേറ്റിംഗ് യുവർ സെൽഫ്. നമ്മളെ തന്നെ എൻകറേജ് ചെയ്യുക, നമ്മളെ തന്നെ ബൂസ്റ്റ് ചെയ്യുക. സ്റ്റാർട്ട് ബിലീവിങ് ആൻഡ് ഫേസ് യുവർ ലൈഫ്. പൗലോ കൊയ്ലോ പറയുന്നുണ്ട്, ദർ ഈസ് ഓൺലി വൺ തിങ് ദാറ്റ് മേക്സ് എ ഡ്രീം ഇമ്പോസിബിൾ, ദ ഫിയർ ഓഫ് ഫെയിലിയർ. ആ ശബ്ദം നമ്മൾ പുറകിൽ ഉപേക്ഷിക്കുക. അപ്പോൾ നമ്മൾ കുതിച്ചോടാൻ തുടങ്ങും. ലീവ് ബിഹൈൻഡ് ദാറ്റ് സൗണ്ട്, ലീവ് ബിഹൈൻഡ് ദാറ്റ് ഫിയർ. സ്റ്റാർട്ട് ചേസിങ് യുവർ ഡ്രീംസ്. സ്റ്റാർട്ട് ദ ചേഞ്ച് വിതിൻ. ഇൻസ്പയറിംഗ് ഫ്രീ.